ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീനാരായണ ഗുരുദേവൻ്റെ ആത്മോപദേശ ശതകത്തിലെ 94-ാമത്തെ ശ്ലോകത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഏകദേശം ആത്മോപദേശ ശതകം അതിൻ്റെ അവസാന ഭാഗത്തേക്ക് നമ്മളെത്തുകയാണ്. ശുദ്ധമായിട്ടുള്ള ജ്ഞാനം, ആ ജ്ഞാനത്തിൻ്റെ ആവശ്യകത പ്രത്യേകിച്ച് നമ്മളുടെ ഇന്നത്തെ ദൈനംദിന ജീവിതത്തിൽ എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്ന് ഈ ശ്ലോകങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതാണ്. 94-ാമത്തെ ശ്ലോകം തുടങ്ങുന്നത് ഉലകവും ഉള്ളതുമായി കലർന്നു നിൽക്കും നില വലുതായൊരു നീതി കേടിതത്രേ അറുതിയിടാൻ അരുതാതവാങ്മനോഗോചരം ഇതിലെങ്ങ് ചരിച്ചിടും പ്രമാണം. ഉലകവും ഉള്ളതും ആയി കലർന്നു നിൽക്കും നില വലുതായൊരു നീതി കേടിതത്രേ. ഇവിടെ ആത്മാവിനെ കുറിച്ചുള്ള വിചാരമാണ്, വിശകലനമാണ് നടക്കുന്നത്. അപ്പം അത് നമ്മൾ മനുഷ്യർക്ക്, ചിന്തിക്കുന്നവർക്ക് മാത്രമാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമുക്ക് സാധിക്കുന്നത്. ചിന്താശേഷിയില്ലാത്ത, അന്വേഷണ ബുദ്ധിയില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല ഇത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ ഉലകം എന്ന് പറയുന്നത് ഈ ലോകത്തെക്കുറിച്ചാണ്. ഉള്ളത് എന്ന് പറയുന്നത് ഏതൊന്നിൻ്റെ സാന്നിധ്യം കൊണ്ടാണോ ഇതെല്ലാം നിലനിൽക്കുന്നത്, ആ ചൈതന്യത്തെക്കുറിച്ചാണ്. അപ്പോൾ ഈ ഉലകവും ഉള്ളതും ആയിട്ട് ഇവിടെ ഇടകലർന്ന് ഇത് രണ്ടും ഒരേപോലെ നിൽക്കുന്നു എന്നുള്ളത് ഒരു വല്ലാത്ത നീതികേടാണ്. കാരണം നമുക്കതിനെ ന്യായീകരിക്കുവാനായിട്ട് പറ്റുന്നില്ല. കാരണം ഒന്നിൽ പറയുന്നു ഇതില്ലാത്തതാണ് ഈ ലോകം, അതേ സമയത്ത് പറയുന്നു ഇത് സത്താണ്. അപ്പോൾ ഇല്ലാത്തതും ഉള്ളതും കൂടി എങ്ങനെയാണ് ഇവിടെ ഇടകലർന്ന് നിൽക്കുന്നത് അല്ലെങ്കിൽ ഒന്നിച്ചു നിൽക്കുന്നത് എന്നുള്ളത് വല്ലാത്ത ഒരു നീതികേടാണ്. ഇതിന് അറുതിയിടാൻ, ഇതിനെ അവസാനിപ്പിക്കുവാനോ അത് നമ്മൾക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നുമാണ്. ഇവിടെയെല്ലാം ഇതിനോടനുബന്ധിച്ച് ഇതിങ്ങനെയാണ് എന്ന് നമുക്കൊരു പ്രമാണം എടുത്തു കാണിക്കാനും പറ്റില്ല എന്ന് ഗുരു സൂചിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാത്തിനും ഒരു പ്രമാണം, പ്രത്യേകിച്ച് ആധ്യാത്മികമായിട്ടുള്ള വേദാന്തപരമായിട്ടുള്ള കാര്യങ്ങളിൽ സത്യം ഇതാണ് എന്നൊക്കെ പല ഉദാഹരണങ്ങളിലൂടെ, പല പ്രമാണങ്ങളിലൂടെ സമർത്ഥിക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ ആത്മ അനുഭൂതിയെ സംബന്ധിച്ചിടത്തോളം ആത്മാവിനെ നമ്മൾക്ക് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കുവാൻ സാധിക്കില്ല എന്നുള്ളത് ഒരു സത്യമായി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇവിടെ ഇങ്ങനൊരു നീതികേട് എന്ന് ഗുരു പറയുന്നത്. അപ്പോൾ തന്നെയുമല്ല, ഇതിന് നമ്മളുടെ മനസ്സുഗോചരം, ഈ വാക്കുകൾ കൊണ്ടും മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടുമൊക്കെ പ്രകടിപ്പിക്കുവാനായിട്ടുള്ള പരിമിതികൾ അതും ഇവിടെ ഗുരു സൂചിപ്പിക്കുകയാണ്. അതിൻ്റെ ഈ ഉള്ളതും അതുപോലെ തന്നെ ഇല്ലാത്തതുമായിട്ടുള്ളത്, അതിൻ്റെ ഒരു അനുഭൂതി എന്ന് പറയുന്നത് നമുക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതുമാണ്. അറുതിയിടുക എന്ന് പറയുന്നത് ഇതില്ലാതാകുന്ന ആ ഒരു അവസ്ഥ. നമ്മുടെ വ്യവഹാരത്തിൽ നമുക്ക് അങ്ങനെ സൂചിപ്പിക്കാൻ പറ്റുള്ളൂ അവസ്ഥ എന്ന്. പക്ഷെ അങ്ങനെ അവസ്ഥയില്ല. ഇപ്പം നമ്മൾ സാധാരണ ഏത് മനുഷ്യനും, അറിവുള്ളവനും അറിവില്ലാത്തവനും ഒക്കെ അനുഭവിക്കുന്നതാണ് ഗാഠനിദ്ര എന്ന് പറയുന്നത്. ആ ഗാഠനിദ്രയിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ മനസ്സോ ബുദ്ധിയോ ഒന്നുമില്ല. പക്ഷെ നമ്മൾ പറയുന്നു ഞാൻ സുഖമായി ഉറങ്ങി. ഇപ്പം നമ്മളുടെ ദിവസവുമുള്ള ഒരു അനുഭവമാണ് ഇതെങ്കിലും അത് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കുവാനായിട്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. കാരണം
അവിടെ വാക്കില്ലായിരുന്നു, നമ്മുടെ മനസ്സ് അവിടെ ഇല്ലായിരുന്നു, നമ്മുടെ ബുദ്ധി അവിടെ ഇല്ലായിരുന്നു. പക്ഷേ അതൊരു വല്ലാത്ത വാക്കുകൾക്ക് അതീതമായിട്ടുള്ള ഒരു സുഖപ്രാപ്തിയായിരുന്നു, അല്ലെങ്കിൽ സുഖസ്വരൂപമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന അതിനെപ്പോലും നമുക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞ് അറിയിക്കാൻ പറ്റുന്നില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് ആ സത്തിനെക്കുറിച്ച്, ഉണ്മയെക്കുറിച്ച് പറഞ്ഞറിയിക്കുക? അവിടെ എന്ത് പ്രമാണത്തിനാണ് പ്രസക്തിയുള്ളത്? ഒരു അത്ഭുതകരമായ രീതിയിലാണ് ഗുരു അവിടെ ചോദിക്കുന്നത്. ഇപ്പം നമ്മളും നമ്മുടെ പരിമിതമായിട്ടുള്ള അനുഭവവും അറിവും ബുദ്ധിയും ഒക്കെ വെച്ച് നമ്മൾ നോക്കുമ്പോഴും അതിൻ്റെ യുക്തി നമുക്ക് മനസ്സിലാകുന്ന, അതുകൊണ്ട് തന്നെ ഈ അനുഭൂതി എന്ന് പറയുന്നത്, ആത്മാവിൻ്റെ അനുഭൂതി എന്ന് പറയുന്നത്, അനുഭവം എന്ന് പറയുന്നത് വാക്കുകൾ കൊണ്ട് പറഞ്ഞ് അറിയിക്കാൻ പറ്റുന്ന ഒന്നല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങളുടെയും അതുപോലെ തന്നെ മനസ്സിൻ്റെയും ഒക്കെ അടക്കവും ഒതുക്കവും, അതിന് നമ്മൾ സാധന എന്നൊക്കെയാണ് പറയുന്നത്, ആ ഒരു അല്ലെങ്കിൽ തപസ് എന്നൊക്കെ പറയും. അപ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുക, അല്ലെങ്കിൽ അതിനെ തിരിച്ചറിയുക എന്ന് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മളെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഈ ടെൻഷനും ദുഃഖങ്ങൾക്കും ഒരു പരിഹാരമാകുകയും ചെയ്യും. അതല്ലാതെ വേറെ പരിഹാരമാർഗങ്ങളില്ല എന്നുകൂടി ഗുരു സൂചിപ്പിക്കുകയാണ്. ഏവർക്കും നമസ്കാരം.